വയോധികനായ ഒരു അധ്യാപകൻ ഒരു പാർക്കിലിരുന്ന് പക്ഷികൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അതുവഴി വന്ന് അദ്ദേഹത്തോട് താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ മറുപടി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് കാഴ്ചയും ഓർമ്മശക്തിയുമൊക്കെ കുറവാണ്. ആ ചെറുപ്പക്കാരൻ വൃദ്ധന്റെ സമീപത്തിരുന്ന് 20 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സാറിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞു. സാറിനോട് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. പുഞ്ചിരിയോടെ ആ വൃദ്ധൻ ചോദിച്ചു, എന്നോട് നന്ദി പറയാനോ? അധ്യാപകർക്ക് സാധാരണ വളരെ കുറച്ച് നന്ദി വാക്കുകൾ മാത്രമേ ലഭിക്കാറുള്ളൂ. അതിരിക്കട്ടെ, നിങ്ങളിപ്പോൾ എന്തു ചെയ്യുന്നു? ഞാനും ഇപ്പോൾ ഒരു അധ്യാപകനാണ്. താങ്കളാണ് അതിന് കാരണം. ഞാൻ കാരണമോ? അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ, വൃദ്ധൻ ചോദിച്ചു. ദീർഘനിശ്വാസത്തോടെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, സാർ ഓർക്കുന്നുണ്ടോ, പണ്ടൊരിക്കൽ ധനികനായ ഒരു ആൺകുട്ടിയുടെ വാച്ച് ക്ലാസ് മുറിയിൽ വെച്ച് മോഷണം പോയത്? അന്ന് ആ വാച്ച് മോഷ്ടിച്ചത് ഞാനായിരുന്നു. എനിക്ക് ആ വാച്ച് വല്ലാതെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാ കുട്ടികളും കളിക്കാൻ പോയ തക്കം നോക്കി ഞാൻ അവൻ്റെ ബോക്സിൽ നിന്ന് ആ വാച്ച് മോഷ്ടിച്ചതായിരുന്നു. അതിനെക്കുറിച്ച് അന്ന് പരാതി വന്നപ്പോൾ സാർ വളരെ സമാധാനത്തിൽ ക്ലാസ്സിലേക്ക് കടന്നു വന്ന് ക്ലാസ് മുറി അടച്ചതിന് ശേഷം എല്ലാവരോടും മിഴി പൂട്ടിയിരിക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റുകൾ പരിശോധിക്കുകയാണെന്നും ആരും ശിക്ഷിക്കപ്പെടില്ലെന്നും ഉറപ്പു നൽകി. പേടിച്ചു വിറച്ചിരുന്ന എൻ്റെ പോക്കറ്റിൽ നിന്ന് സാറിന് ആ വാച്ച് ലഭിച്ചെങ്കിലും സാർ ഒരിക്കലും പരിശോധന അവസാനിപ്പിച്ചില്ല. എല്ലാ കുട്ടികളുടെയും പോക്കറ്റുകൾ പരിശോധിച്ചു. മുൻവിധികളോ ദേഷ്യപ്പെടലോ ഒന്നുമില്ലാതെ ആ കുട്ടിക്ക് അവൻ്റെ വാച്ച് കൈമാറി. അവസാനം ഇത്രമാത്രം പറഞ്ഞു, നമുക്ക് ഈ സംഭവം ഇവിടെ മറക്കാം. ഇവിടെയുള്ള കുട്ടികൾ ആരും മോഷ്ടാക്കളല്ല. കാര്യങ്ങൾ അല്പം കൂടെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. കണ്ണീരോടെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സാറിൻ്റെ ആ പ്രവൃത്തി എൻ്റെ അന്തസ്സും ഭാവിയുമൊക്കെ കാത്തുരക്ഷിച്ചു. അന്ന് ഞാനൊരു പ്രതിജ്ഞ എടുത്തു, ഞാനും സാറിനെ പോലെ ഒരു അധ്യാപകനായി തീരും. ഒരു കുട്ടിയെയും തകർത്തു കളയാതെ അവരുടെ തെറ്റുകൾ തിരുത്തുന്ന ഒരധ്യാപകൻ. അതിശയപ്പെട്ട് അധ്യാപകൻ പറഞ്ഞു, ഇത്രകാലവും നീയാണ് ആ വാച്ച് മോഷ്ടിച്ചതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ആശങ്കയോടെ ചെറുപ്പക്കാരൻ അതിന് കാരണം തിരക്കിയപ്പോൾ അധ്യാപകന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാനും അന്ന് കണ്ണുകൾ പൂട്ടിയാണ് പരിശോധന നടത്തിയത്. ഒരുപക്ഷെ അന്ന് നിന്നെ കണ്ടിരുന്നെങ്കിൽ ഞാനും മറ്റൊരു രീതിയിലായിരിക്കും പിന്നീട് അങ്ങോട്ട് നിന്നെ നോക്കിക്കാണുക. പക്ഷെ എല്ലാ കുട്ടികളും അവരുടെ തന്നെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞ ആ ചെറുപ്പക്കാരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു, നീയും ഒരിക്കൽ നന്നായി വരും എന്ന എൻ്റെ വിശ്വാസം ഇപ്പോൾ സത്യമായിരിക്കുന്നു.